കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടോ? എന്നതാ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വെറും 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുളക് മണ്ടി. ഇതൊരു ചെട്ടിനാട് സ്പെഷ്യൽ വിഭവം ആണെങ്കിൽ കൂടിയും നമ്മുടെ നാടൻ ചോറിലൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ കറിയാണ്. ചെറിയ ഉള്ളിയും പച്ചമുളകും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് വേണ്ടത്. ഇതിലോട്ട് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ്. ഏകദേശം 1 കപ്പ് കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രഡീഷണലി നമ്മൾ തയ്യാറാക്കുമ്പോൾ അരി കഴുകുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ അരി കഴുകുന്ന വെള്ളത്തിൽ നിറയെ കെമിക്കൽസ് ആണ്. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ചെയ്യുന്നത് കേട്ടോ. ഇതിലോട്ട് ഞാനൊരു 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ മുളകിലും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണേ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പുളി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയതാണ്. ഇപ്പോൾ പിഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1/2 കപ്പോളം പുളിവെള്ളം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 സ്പൂണോളം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കടുകൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ഏകദേശം 1 സ്പൂണോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഇടുവാണേ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക്. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഏകദേശം ഒരു 20 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ചധികം നമുക്കിതിന് വേണം കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിലോട്ട് ഇടുവാണേ. നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടുവാണേ. ഇനി ഇതിലോട്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്, അതും ഇടുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിലോട്ട് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം പുളിവെള്ളമാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ഏകദേശം 1 കപ്പോളം കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് കൊഴുപ്പും രുചിയൊക്കെ കൊടുക്കുന്ന ഈ ഒരു കഞ്ഞിവെള്ളമാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ വരുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നോക്കിയാൽ നമ്മൾ നേരത്തെ എടുത്തതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് തിക്കാവണം. ഈ ഒരു സ്റ്റേജ് ആയാൽ പോരാ. ഇതിപ്പോൾ കണ്ടോ, ഇത് കുറച്ചിങ്ങനെ ലൂസായിട്ടാണ്, അതൊന്ന് മാറി വരണം കേട്ടോ. ഇതിപ്പോൾ നോക്കിയേ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ ഒരു കറിയുടെ കളർ കുറച്ചുകൂടി ഇങ്ങനെ ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് കറക്റ്റ് പാകമായി എന്നുള്ളത്. ആ ഒരു ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വെന്തുടയണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയാൽ മതിയാവും. ഈ ഒരു പാകത്തിന് ഒരു ഇച്ചിരി ചാറോട് കൂടി ആകുമ്പോഴത്തേന് ഓഫാക്കുക. ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ പച്ചമുളക് മണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓഫാക്കുകയാണേ. ഇതൊരു പാത്രത്തിലോട്ട് ഇപ്പോൾ മാറ്റുകയാണേ. കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് തന്നെ നമുക്ക് എടുത്താൽ മതി. ചെറിയുള്ളി ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മാത്രമേ ഇതിനകത്ത് കുക്കിംഗ് ടൈം വരുന്നുള്ളൂ കേട്ടോ. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു കറി. ആ ഉള്ളിയും പച്ചമുളകൊക്കെ ആ ഒരു ശർക്കരയിലും പുളിയിലൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ആട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.